ക്യാൻസറിനോട് പൊരുതി ജീവിക്കുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് ഹോപ്പും ധാത്രിയും. തിരുവനന്തപുരത്തുള്ള ഈ സംഘടന നടത്തുന്ന സഹായം ഏറെ വ്യത്യസ്തമായ രീതിയിലാണ്. സംഘടനയിലെ അംഗങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുവരുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം വിറ്റഴിച്ചാണ് ഇവർ പണം സ്വരൂപിക്കുന്നത്. കൂടാതെ ശംഖുമുഖം കടപ്പുറത്ത് എത്തുന്നവർക്ക് കാരിക്കേച്ചർ വരച്ചു നൽകിയും ഹോപ്പ് എന്ന സംഘടന വ്യത്യസ്തമാകുന്നു. ഞങ്ങൾ ഓരോ വോളണ്ടിയേഴ്സിൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾ കൊണ്ടുവന്ന പ്രോഡക്ട്സ് ഇവിടെ പ്ലേസ് ചെയ്ത് ഞങ്ങൾ അത് സെയിൽ ചെയ്താണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. നമുക്കിവിടെ ലൈം ജ്യൂസ്, പാൽപ്പായസം, സുലൈമാനി, രാവിലെ മോരും വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ പപ്സ്, കട്ട്ലറ്റ്, സാൻഡ്വിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിവിടെ സെയിൽ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്ത് ക്യാൻസർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ചികിത്സയ്ക്കായിട്ട് ഞങ്ങൾ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ നമുക്ക് സാൻഡ് സ്കൾപ്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഫേസ് പെയിൻറ്റിംഗ് ഉണ്ട്, പിന്നെന്താ ബാൻഡ് മേളം ഉണ്ട്, പിന്നെ സോങ് സിംഗിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മെഹന്തി ഡിസൈനിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. രക്താർബുദം ബാധിച്ചവരെ സഹായിക്കാനാണ് ധാത്രി ബ്ലഡ് സ്റ്റെം ഡോണേഴ്സിന്റെ സംഘടന. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും സംഘടനയുടെ അംഗങ്ങളാണ്. ബ്ലഡ് ക്യാൻസർ പോലെ മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള ചില പേഷ്യൻസിന് ചില കേസുകളിൽ ഡോക്ടർമാരെ പറയുന്ന ഒരു ലാസ്റ്റ് ഹോപ്പാണ് ഒരു ബ്ലഡ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ അതിനൊരു മാച്ചിങ് ഡോണറിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അപ്പോൾ അതിനൊരു മാച്ചിങ് ഡോണറിനെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രജിസ്ട്രിയാണ്. നമ്മൾ പബ്ലിക്കിൽ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്ത് ആളുകളെ സ്റ്റെം സെൽ ഡോണേഴ്സ് അഥവാ മൂലകോശദാതാക്കളായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.